ഹായ്, മദറിലോടെ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും വിത്ത് കാന്താരി മുളക് വാഴയിലയിൽ വൈഫും കൂടി വിളമ്പിയപ്പോൾ കൈപ്പുണ്യം വേറെ ലെവൽ. ഒന്നും പറയാനില്ല മക്കളെ. റഹ്മത്തിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ബിരിയാണിയും ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതൊക്കെ എന്ത് ഇതിൻ്റെ ഡാഡി, ഈ ചിക്കൻ ഫ്രൈ ഇങ്ങനെ എടുത്ത് ഓരോ ബൈറ്റ് അല്ലെങ്കിൽ കടിക്കുമ്പോൾ മോനെ ഒന്നും പറയാനില്ല. ആ പാട്ട് വെച്ചിട്ട് ഇത് ഞാനാ കഴിക്കുന്നത് നിങ്ങളെ കൊതിപ്പിച്ച് കൊല്ലുമായിരുന്നു. പക്ഷേ എനിക്ക് മുഖം കാണിക്കാൻ മടി. ഒന്നൊന്നര ടേസ്റ്റ് കേട്ടോ. അമ്മായി താങ്ക് യു സോ മച്ച്. ഇതൊന്നുകൂടെ ഉണ്ടാക്കി തരണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയാ പറയുക, നാണക്കേടല്ലേ. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ആസ്വദിച്ച് കഴിച്ചു. വൈഫും ഞാനും ഒന്നും പറയാനില്ല, വേറെ ലെവല്. ആ ടെൻഡർ ബീഫും ചിക്കൻ ഫ്രൈ, നാട്ടിലെ ചിക്കൻ ഫ്രൈക്കൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. കല്യാണത്തിനൊന്നും ഞാൻ പോകാത്തതുകൊണ്ട് ഈ ബിരിയാണി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. റഹ്മത്തിൽ ഞങ്ങൾ ചിക്കനും ബീഫും പിന്നെ സ്പ്രിങ് ചിക്കനൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഒന്നുമല്ല, വേറെ ലെവല്. എന്താ പറയുക, എല്ലാവരും ഇല നന്നാറോ. ഈ ബീഫ് ഒന്നും കിട്ടിയില്ലാണോ? ഹോട്ടലിലെല്ലാം പോകുമ്പോൾ ഒരു പാക്കറ്റ് ബീഫ് പോലെ നല്ല ടെമ്പറാണല്ലോ. ഒന്ന് ചെസ് അടിക്കുവാളേ. കാന്താരി മുളക് ബിരിയാണീൻ്റെ കൂടെയും കാന്താരി മുളക്. കാന്താരി മുളക് മാറ്റി കുഴിച്ചു. ആ ഇതെന്റെ പീസാ. എന്റെ പീസ് എടുക്കുന്നേ. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ടി വിയിൽ ഇരുന്ന് കണ്ടൂടെ ഓർമ്മകൾ. പണിയൊന്നും ഉണ്ടാവില്ലേ? ചളി. ഞാൻ മരിച്ചു ഞാൻ വേറെ കെട്ടി പോകുന്നല്ല ഉദ്ദേശിച്ചിരുന്നു. അല്ല ഉദ്ദേശിച്ചേ, വേറെ പണിയൊന്നുമില്ല, നിങ്ങളെ വീഡിയോ നോക്കിയിരിക്കുന്നതാണ്. ഒരു കാലത്തും ഗുണം പിടിക്കൂല. കാര്യം കൊടുക്കും. എൻ്റെ ബിരിയാണി മൊത്തം തിന്ന് തീർത്ത്. സത്യം പറയാലോ, ഇന്നലെ റഹ്മത്ത് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടൊന്നും ഇത്ര ജനക്ക് കിട്ടിയില്ല. എന്താ ടേസ്റ്റ്, ലെവല്. പോണം ഫുഡ് നിന്ന വീഡിയോ ഞാനായിട്ട് മുഖം കാണിക്കുന്നുണ്ടെന്ന് ഓടിപ്പിച്ചു കളിച്ചു.